ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പുതുവർഷമൊക്കെയാണ്, ഞാൻ ന്യൂ ഇയറിന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അന്നത്തെ ഡേ എങ്ങനെ പോയി എന്നുള്ളൊരു വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ അക്കുവിനെ കുളിപ്പിക്കാൻ നിർത്തിയേക്കായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിൽ 2 കുട്ടികളുണ്ട്, നന്ദുവും അക്കുവും. അതിൽ മൂത്ത ആളാണ്, അവരെപ്പോഴും കളിക്കാൻ വരും അവളുടെ കൂടെ. അവൾക്ക് ഇവിടെ വേറെ കൂട്ടുകാരൊന്നുമില്ല, അപ്പോൾ അവരാണ്. അപ്പോൾ നമ്മളത് ഒരു ബ്ലൗസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ലീവിൻ്റെ പോർഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ മെയിനായിട്ട് ആരി വർക്കും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാറ്. പക്ഷേ എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറേ മെമ്മറബിളായിട്ടുള്ള മൊമെൻറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്ത് കൂട്ടുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളിതിൽ സർദൂസി സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ സൺഡേ കൊടുക്കാനുള്ളതാണ്, സൺഡേക്ക് കൊടുക്കണം. കസ്റ്റമർ സൺഡേ വരും, അപ്പോൾ അപ്പോഴത്തേക്ക് തീർത്ത് വെക്കണം. അപ്പോൾ നന്ദു നമ്മൾ മലയാറ്റൂർ പോയപ്പോൾ വാങ്ങിച്ച ബലൂണിൻ്റെ കാറ്റൊക്കെ തീർന്നു, അത് വെച്ച് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കസ്റ്റമർ വന്നായിരുന്നു, അപ്പോൾ അവരുടെ മെഷർമെൻറ്റൊക്കെ എടുത്ത് വിട്ടു. പിന്നെ ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ പുട്ടും കിഴങ്ങുമായിരുന്നു. അപ്പം പുട്ട് കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ കിഴങ്ങും ചായ എടുത്തു. അപ്പോൾ അതാണ് കഴിച്ചത്. അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിച്ചു. അപ്പോൾ അതേത് നന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ തന്ന പായസമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കിച്ചു വിളിച്ചു, ഹസ്ബൻഡ്. പുള്ളി വിളിച്ച് കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചു. ആൾ ജസ്റ്റ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കരുതി ഹെയർ ഒന്ന് വാഷ് ചെയ്യാം, എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, വെളിച്ചെണ്ണ തേച്ച് ഒന്ന് വാഷ് ചെയ്യാമെന്ന് വെച്ചു. മുടി ഇങ്ങനെ അടക്കുമ്പോൾ നമുക്ക് എനിക്ക് ലെങ്ത് ഉള്ള കാരണം ഇങ്ങനെ അടക്കുമ്പോൾ എനിക്കത് കുറച്ച് ഇപ്പോൾ ഇറിറ്റേഷനായിട്ട് തോന്നാറുണ്ട്. കെട്ടി വെക്കാൻ എൻ്റെ മുടി ടൈറ്റ് ചെയ്ത് കെട്ടാൻ പറ്റില്ല, ഇഴുകിപ്പോരും. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് അവർ കളിക്കാൻ വന്നിട്ടുണ്ട്. അവരായിട്ട് ഭയങ്കര കളിയാണ്. നമ്മൾ ഗേറ്റ് തുറന്നിടുമ്പോഴത്തേക്ക് അവരുടെ അടുത്തേക്ക് ഓടും, അല്ലെങ്കിൽ അവന്മാർ 2 പേരും വന്ന് ഇവളെ പൊക്കിക്കൊണ്ട് പോകും. അവർ തമ്മിൽ നല്ല കൂട്ടാണ് കേട്ടോ. അപ്പം അതൊക്കെ കണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല രസമാണ് അത് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്, അവരെ കളിയൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. അതിങ്ങ് ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. നമുക്ക് ഫുഡിന് മാങ്ങ ഉപ്പിലിട്ടത്, അത് ഹസ്ബൻഡ് പോയ ടൈമിൽ ഫ്രണ്ടിൻ്റെ അനിയൻ കൊണ്ട് തന്നാണ്. പക്ഷെ നമുക്കത് വെയിറ്റ് കൂടുതലുള്ളതിന് എടുക്കാൻ പറ്റിയില്ല. മോരുകറി ഉരുളക്കിഴങ്ങുമായിരുന്നു. പിന്നെ അതിങ്ങനെ അക്കുവേ പയ്യെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു തലേണ വെച്ച് കൊടുത്ത് അവളൊക്കെ എടുത്തുമായിരുന്നു. എനിക്ക് കുറച്ച് തുന്നാനൊക്കെ ഉണ്ടായിരുന്നു, ബാക്കി 2 വർക്ക് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമാണ് ഞാൻ കാണിച്ചത്. അവൾ പയ്യെ ഉറങ്ങി. അതങ്ങ് ഈവനിങ് ആയി. അപ്പോൾ അവൾക്ക് ചായ കൊടുത്തായിരുന്നു. എണീറ്റ് കഴിഞ്ഞപ്പോൾ ചായ കൊടുത്ത ടൈമിൽ നേരെ ഹോളിൽ കൊണ്ടുവന്ന് കൊട്ടി. അത് ഞാൻ തിരിച്ചു അടുക്കളയിൽ കൊണ്ടുവന്ന് വെക്കാൻ പറയാണ്. അപ്പോൾ അതും കൊണ്ട് പോവാണ്. അത് എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ അച്ചാച്ചനും മോളും കൂടി അവിടെ വർത്താനം പറഞ്ഞ് കളിയാണ്. അച്ചാച്ചൻ ചായ കുടിക്കുന്ന, മോളവിടെ കിടന്ന് ഓരോന്ന് പറയുന്നുണ്ട്. എനിക്കപ്പോൾ ഒന്ന് പറവൂർ പോകണമായിരുന്നു മെറ്റീരിയൽ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പയ്യെ ഇറങ്ങാനുള്ള പരിപാടി നോക്കിയപ്പോൾ അവൾ ഭയങ്കര വാശി. അപ്പം ഞാൻ കരുതി, സാധാരണ അങ്ങനെ ഒത്തിരി വാശി എടുത്ത് കഴിയുമ്പോൾ അവളെ ഫ്രണ്ടിലിരുത്തി ജസ്റ്റ് ആ റോഡ് വരെ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അച്ഛൻ പോവുകയാണെങ്കിൽ ഞാൻ പോയി അവളെ എടുത്തിട്ട് വരും. ഞാനാണെന്നുണ്ടെങ്കിൽ അച്ഛൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ അവിടെ ഒന്ന് പോയി നിൽക്ക്, അച്ഛൻ ഞാൻ അവിടെ വരെ ആക്കാം. അപ്പം അച്ഛൻ പയ്യെ നടക്കുവാണ് കേട്ടോ. ഞാനപ്പോൾ അവളെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് അവിടെ വരെ കൊണ്ടുപോയായിരുന്നു, നമ്മുടെ റോഡിൻ്റെ പടി വരെ. മെയിൻ റോഡല്ല, പോക്കറ്റ് റോഡിൻ്റെ എൻഡ് വരെ. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് പേടിയാണ് ഇങ്ങനെ ഇരുത്തി കൊണ്ടുപോകാനായിട്ട്. അവളിങ്ങനെ തൂക്കിയിടുന്നാലും താഴെ കൊള്ളുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. പക്ഷെ എന്നാലും ഭയങ്കര വാശി പിടിച്ച് കരയുമ്പോൾ അങ്ങനെ പോകാനും തോന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എനിക്കൊരു
ഫ്രെയിമിലിട്ടിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാരി ടിഷ്യൂ മിക്സായ കാരണം ഭയങ്കരമായിട്ട് ഇഴുകിപ്പോരുന്നു. ഞാൻ നോർമലി ഇങ്ങനെ ചെയ്യാറില്ല. ഞാൻ അതിൻ്റെ തന്നെ ലൈനിങ് അരികത്ത് കൊടുത്തിട്ട് ഫ്രെയിമിലിടാമെന്ന് വെച്ചിട്ട് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഞാൻ നോർമലി ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പം ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ വെച്ചിട്ട് ഇരുന്ന് എന്താ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യും. അപ്പം ഞാനിത് ഫുള്ളടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫ്രെയിമിലിട്ടപ്പോൾ വലിയ സീനുണ്ടായിരുന്നില്ല. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഇരിക്കില്ല. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഇടാറില്ല, നോർമലി ഇങ്ങനെ ഫിക്സ് ചെയ്യാറില്ല. ഇത്തിരി ലൂസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്നുകൂടി വലിച്ച് ടൈറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പം ഇങ്ങനെ വരുമ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും. എന്നാലും കുറച്ച് ടൈം കഴിയുമ്പോൾ അത് ചാടിപ്പോരും, അപ്പോഴും നമ്മൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇതേ ലൈൻസ് അടുത്തത് നമ്മൾ കട്ട് ബീഡും നമ്മുടെ ബീഡ്സ് ഇട്ട് ചെയ്യാനുള്ള ഷുഗർ ബീഡ് ഇട്ട് ചെയ്യാനുള്ള ഇതായ കാരണം ഈ ഫ്രെയിമിലിടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ലെവലായിരിക്കില്ല. എന്ത് ചെയ്താലും ലെവലായിരിക്കില്ല. അതിപ്പോൾ ആരിക്കോട്ടിൽ ഇട്ടാലും അങ്ങനെ തന്നെ. നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ട് വേണം ഫ്രെയിമിലേക്ക് ഇടാനായിട്ട്. പിന്നെ ഞാനത് ലൈൻ വരച്ചാലും നേരെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ലെവലാക്കി തുന്നും. പക്ഷെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അത് ലെവലല്ലാത്ത പോലെ തോന്നും. പക്ഷെ അത് അഴിച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും കേട്ടോ, വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് പണിപ്പുരയിലാണ്. പക്ഷെ എനിക്കത് അപ്പോഴും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ശരിക്കും പറഞ്ഞെങ്കിൽ എനിക്ക് ഫുൾ ടൈം ഇരുന്ന് ചെയ്യാൻ പറ്റാറില്ല കൊച്ചുള്ള കാരണം. കുറച്ച് നേരം കഴിയുമ്പോൾ ഈവനിങ് ആയി കഴിയുമ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട്. അപ്പോൾ പിന്നെയും കുഴപ്പമില്ല. ഡേ ടൈമും കുഴപ്പമുണ്ടെന്നല്ല, അവളപ്പുറയൊക്കെ പോവും. ഇവിടെ ചുറ്റും റിലേറ്റീവ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അതൊരു നല്ലൊരു ഹെൽപ്ഫുള്ളാണ്. അവളുടെ അടുത്ത് ഒന്നില്ലെങ്കിൽ അവരാരെങ്കിലും വന്നെടുത്തിട്ട് പോവും, അല്ലെങ്കിൽ അവളായിട്ട് പോവും. ഞാൻ ചിലപ്പോൾ ആക്കി കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുക, അല്ലാത്ത ടൈമിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അവളുടെ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ എണീറ്റ് പോകേണ്ടി വരും. പിന്നെ അതിൽ എൻഗേജ്ഡായി ആ ഒരു ടൈം അങ്ങനെ അതിൻ്റെ പിന്നാലെ ആയിരിക്കും. എനിക്ക് നോർമലി ഇങ്ങനെ മറ്റേപ്പാട് ചെയ്യണേലും കുറച്ചും കൂടി കംഫർട്ട് ഇങ്ങനെ ഓരോന്ന് കുത്തി. പക്ഷേ ടൈം കൂടുതലെടുക്കും കേട്ടോ. പിന്നെ തുളിപ്പിൻ്റെ നീഡിലും 4-5 ബീഡ്സൊക്കെ മാക്സിമം, 5 കയറ്റാൻ പറ്റില്ല, 4 ബീഡ്സൊക്കെ മാക്സിമം കയറുള്ളൂ. പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. മറ്റേപ്പാടി ചെയ്യുമ്പോൾ എനിക്ക് അത്ര കംഫർട്ടല്ല. ഞാനിങ്ങനെ വെയിറ്റ് വെച്ചിട്ടാണ് കേട്ടോ നോർമൽ ചെയ്യുക അരി വർക്ക്. എൻ്റെ കത്രിക വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുണ്ടായത്. പക്ഷെ കത്രിക ഒരു 3-4 ദിവസമായിട്ട് മിസ്സിങ് ആണ്. അപ്പം ഞാൻ മറ്റേ അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്ന എന്തിൻ്റെ കല്ലാന്ന് എനിക്കറിയില്ല, ഒത്തിരി വെയിറ്റുള്ളതാണ്. അത് വെച്ചിട്ട് ആണ് ഞാൻ തുന്നുന്നത്. അതിൽ കുറച്ച് പൊടിയുള്ള കാരണം ഞാനൊരു പേപ്പറിൽ ഫോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ കട്ട് ബീഡ്സ്, ഷുഗർ ബീഡ്സ് ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കട്ട് ബീഡാണ് കൊടുക്കുന്നത്. പിന്നെയും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ 3mm ബീഡ്സ് അങ്ങനെ ചരിച്ച് കൊടുക്കുന്നുണ്ട്. അരി വർക്ക് ചെയ്യാനായിട്ട് വലിയ ടാസ്ക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് കുറച്ച് ക്ഷമ വേണമെന്നുള്ളൂ. ചിലവർ ആദ്യം ഒരു 2 ദിവസം പ്രാക്ടീസ് ചെയ്ത് പിന്നെ അവർക്ക് ദേഷ്യം വരുമ്പോൾ അത് അവരവിടെ ഇട്ടിട്ട് പോകും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അരി വർക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് ആ ചെയിൻ മാത്രം പഠിച്ചെടുത്താൽ തന്നെ നമുക്കൊരുവിധം എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ പ്രാക്ടീസാണ് എല്ലാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവൾ വാശി പിടിച്ച് കഴിഞ്ഞപ്പോൾ കരയുന്നു കിടന്ന്. അപ്പം ഞാൻ അവളുടെ അടുത്തേക്ക് വന്ന് കരച്ചിൽ മാറ്റാനായിട്ട് രക്ഷയില്ല. ചില നേരത്ത് വാശി പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുട്ടി വേറെ ഇല്ല. പക്ഷെ അല്ലെങ്കിൽ പിന്നെ ഇത്രയും നല്ല കുട്ടി വേറെ ഇല്ല. അങ്ങനെയാണ്. എനിക്കിത് ഈ സർദോസിയൊക്കെ ഉള്ളതാണ് ഇത്രേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കരമായിട്ട് ഏകദേശം 2:30 ആയിട്ടാണ്, രാത്രി 2:30 മണി. ഞാൻ പയ്യെ അക്കുവിനെ കിടത്തിയിട്ടാണ് ഞാൻ എണീറ്റ് പോകുന്നത്. പക്ഷേ ഈ അക്കു അവിടെ കിടന്ന് ക്ലോക്ക് വൈസ് വട്ടം കറങ്ങി ഇങ്ങനെയായിരുന്നു നമ്മുടെ ന്യൂ ഇയർ ഡേ വന്നിട്ട്. അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാനും കിടക്കാമെന്ന് വെച്ചു. എൻ്റെ ദിവസം ഇങ്ങനെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടൊരു 2:30-3 മണിയൊക്കെ ആവും. അപ്പം ഞാനും മോളുടെ കൂടെ കിടക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ചെയ്ത വർക്കിന് ചെറിയൊരു വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്.